സാമൂഹ്യ സംസ്കാര മേഖലയിൽ സ്ത്രീകൾക്ക് പ്രസംഗം, പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രബന്ധ രചനകൾ നടത്തുകയൊക്കെ അതിന് സാമൂഹ്യ മേഖലയിലൊക്കെ നടന്നു നിൽക്കുന്നു. കുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കുട്ടിയുടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാ വർക്കിംഗ് കമ്മിറ്റികളിലും പുതിയ പുതിയ സ്ഥാപനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ നഴ്സറി തലം തൊട്ട് ഹയർ സെക്കൻഡറി തലവും B.Ed കോളേജും അതുപോലെ തന്നെ ITCയും പിന്നെ രംഗത്ത് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഫി കോഴ്സും വഫിയ കോഴ്സും ഇതെല്ലാം ആയിരക്കണക്കിന് കുട്ടികളെ അതിലൂടെ എത്താനുണ്ട്. കാരണം മഹാനായ ബാപ്പു മുസ്ലിയാർ അവരുകളൊക്കെ തന്നെ ആ ഒരു വലിയ സ്വപ്നമാണ് അവരൊക്കെ മുന്നോട്ട് വെച്ചത്. സമൂഹത്തിൻ്റെ നിലവിലുള്ള പരിതസ്ഥിതികൾക്കപ്പുറത്തേക്ക് ഈ സമുദായത്തിന് കടന്നു ചെല്ലാൻ സാധിക്കണം എന്നാണ് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ. പണ്ഡിതന്മാരൊക്കെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾക്ക് വിഘാതം നിൽക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ പിന്നെ അത് തെറ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്ഥാപനം. മഹാനായ ബാപ്പു മുസ്ലിയാരൊക്കെ പോലെയുള്ള ആളുകൾ അവരൊന്നും പുരോഗമനപരമായ ആശയങ്ങൾ ക്ഷേമ വകുപ്പ് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ KASC അവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പ്രമുഖ യൂണിവേഴ്സിറ്റിയായ ഹംദർ സ്റ്റഡി സെൻറ്റർ അതിന് കീഴിലുള്ള ഹംദർ സ്റ്റഡി സർക്കിൾ ന്യൂഡൽഹിയിലുള്ള അവരും അതുപോലെ തന്നെ ധാരാളം ഫണ്ടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ നൽകാൻ മുന്നോട്ട് വന്നിട്ടുള്ള മൗലാന ആസാദ് നാഷണൽ അക്കാഡമി ഫോർ സ്കിൽസ് അവരും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട അൻവർ, ഡോക്ടർ TP അൻവർ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം ഈ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പിന്നെ അംഗമായിരുന്ന TP ബാബ സാഹിബ്, മുൻപ് കൽപ്പഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പൊതുക്കാര്യ പ്രസക്തനും സാമൂഹ്യ മേഖലയിലൊക്കെ അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട TP ബാബ. അദ്ദേഹത്തിൻ്റെ മകനാണ് അൻവർ. ഇന്ത്യൻ റവന്യൂ സർവീസിൽ അവിടെ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ പിന്നെ ഫൈനാൻസ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ അവിടെയാണ് അദ്ദേഹം ജോലി നോക്കുന്നത്. അവിടുത്തെ ജോയിൻറ്റ് കമ്മീഷണറാണ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ ജോയിൻറ്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന അൻവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു അഭിമാനമാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷേ അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഇത് അദ്ദേഹത്തിനൊരു കളിത്തൊട്ടിലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ അവരുടെയൊക്കെ ആ ബാല്യകാലങ്ങൾ അത് ചെലവഴിച്ച ഒരു കളിത്തൊട്ടിലായി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ക്യാമ്പസ് അത്തരം ഒരുപാട് കുട്ടികൾക്ക് വിജ്ഞാനത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനമുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മുടെ പിന്നെ മാനേജിങ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇത്രയും നല്ലൊരു പദവി ഒരുപക്ഷെ മലയാളികൾക്ക് തന്നെ വളരെ അപൂർവമാണ്, നമ്മുടെ സമുദായത്തിന് പ്രത്യേകിച്ചും. അപ്പോൾ നമുക്കൊക്കെ തന്നെ അതിൽ വലിയ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഞങ്ങളൊക്കെ പോയിട്ട് അദ്ദേഹത്തിന് അവാർഡ് നൽകിയിരുന്നു. അതിലൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു അഭിമാനത്തോടെ നമുക്കൊക്കെ അഭിമാനമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഈ ഒരു സഹായങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് അദ്ദേഹത്തെ പോലെയുള്ളവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ഒരുപാട് കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള ജസ്റ്റിസ് CK അബ്ദുറഹീം അവറുകൾ അദ്ദേഹം ഇവിടെ നിർവഹിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആത്മീയ നിറവിൽ 4 പതിറ്റാണ്ട് പിന്നിടുന്ന വളവന്നൂർ ബാഫക്കി യത്തീംഖാന 40ാം വാർഷിക വാഫി സന്നദ്ധാന മഹാസമ്മേളനത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളന സെഷനിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുറഹീം സാഹിബ് അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Now let's hear to the land and effective words of High Court Judge Justice CK Abdulrahim Sahib. His Excellency inaugurate the educational and cultural session of the 40th anniversary celebration of Bafakhy Yatheemkhana and Wafi convocation. Sir, please welcome to the podium. Assalamu alaikum.
ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, കേരള സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ PK അബ്ദുൽറബ്ബ് സാഹിബ്, my esteemed brother Justice Akbar Ali Sahib, former judge of Madras High Court, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സയ്യിദ് മുഹമ്മദ് നിസാമി അവർകളെ, വേദിയിലുള്ള മുൻ മന്ത്രി ബഹുമാന്യനായ ശ്രീ K. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അവർകളെ, ഈ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കാനായി എത്തിയിട്ടുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളവന്നൂർ ബാഫക്കി യതീംഖാനയുടെ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ സാരഥികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ഉലമാക്കളെ, വളവന്നൂർ ബാഫക്കി യതീംഖാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക ഉദ്യോഗസ്ഥരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ നാട്ടുകാരെ, ഈ സ്ഥാപനങ്ങളിൽ അധ്യാപനം നടത്തുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ചരിത്രമുറങ്ങുന്ന വളവന്നൂർ ബാഫക്കി യതീംഖാനയുടെ മണ്ണിൽ അതിൻ്റെ 40-ാം വാർഷികവും സന്നദ്ധദാന സമ്മേളനവും നടക്കുന്ന ഈ അവസരത്തിൽ ഒരതിഥിയായി കടന്നു വരാൻ കഴിഞ്ഞതിൽ സർവശക്തനോട് ആദ്യമായി നന്ദി പറയുകയാണ്. തങ്ങളുടെ ജീവിത വിശുദ്ധി കൊണ്ടും ആത്മീയ ചൈതന്യം കൊണ്ടും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ധാർമ്മികതയുടെ പാതയിലൂടെ നയിച്ച മഹാരഥന്മാരായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെയും PMSA പൂക്കോയ തങ്ങളുടെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ വരുവാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനും ഇടതന്നത് വലിയ സർവശക്തൻ്റെ ഒരു അനുഗ്രഹമായി കാണുകയാണ്. വളരെ ബൃഹത്തായ നിലയിൽ ബഹുമുഖങ്ങളായ സ്ഥാപനങ്ങളുമായി 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ വലിയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ഒരു ചരിത്ര മുഹൂർത്തം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ 40-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനമാണ്. അനേകം പ്രമുഖങ്ങളായ വ്യക്തിത്വങ്ങൾ എനിക്ക് പിന്നാലെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എന്തായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗം എന്ന് വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഭരണത്തിന് കീഴിൽ, മുസ്ലിം സമുദായ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ കീഴിൽ നടത്തപ്പെടുന്ന ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സമകാലീന സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയുമായി തട്ടിച്ചുകൊണ്ട് പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്,
നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സമകാലീന പ്രശ്നമെന്ന് പറയുന്നത് ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റി അഥവാ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ സമുദായാംഗങ്ങൾ കൈക്കൊള്ളേണ്ട സാംസ്കാരിക നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം സമുദായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു ആധ്യാത്മിക ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തെ പറ്റിയും പറയുമ്പോൾ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയായി ആ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് കേരളത്തിൻ്റെ മുസ്ലിം സമുദായത്തെ വരും കാലഘട്ടങ്ങളിൽ നയിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഈ സമുദായം കൈക്കൊള്ളേണ്ട സാംസ്കാരിക നിലപാട്, വിദ്യാഭ്യാസ നിലപാട്, സാമൂഹിക നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അത്തരത്തിലുള്ളൊരു ചിന്താഗതിക്ക് കാരണമുണ്ട്. ലോകമെമ്പാടും ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനസമൂഹത്തെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഏറെ വർഗീയകരമായി ചിത്രീകരിക്കപ്പെടുന്ന, ഏറെ കുറ്റം ചാർത്തപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. അവിടെ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോൾ ഈ സമുദായത്തിന് മാനവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട സാംസ്കാരിക നിലപാട് എന്താണ് എന്നുള്ളതിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ സമുദായം സാംസ്കാരിക രംഗത്ത് ഒരു ബഹുസ്വര സമൂഹത്തോട് കാണിക്കേണ്ട, പുലർത്തേണ്ട നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളതിനേറെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ശരിയായ നിലയിൽ പരിശുദ്ധ ഖുർആനും നബിവചനങ്ങളും നമ്മെ പഠിപ്പിച്ച ആധ്യാത്മിക രംഗത്തിൻ്റെ മുഴുവൻ തീവ്രതയും മുഴുവൻ പരിശുദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ട് പുലർത്താൻ കഴിയണം, അല്ലെങ്കിൽ കഴിഞ്ഞാൽ മാത്രമേ ഈ സമുദായത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള കളങ്കം ലോക മനസ്സാക്ഷിയുടെ മുന്നിൽ നമുക്ക് ദൂരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. വാളിൻ മുനയിലൂടെയോ തോക്കിൻ കുഴലിലൂടെയോ ഈ സമുദായം ലോകത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, വിവക്ഷിച്ചിട്ടുണ്ടോ, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ഒരു ഉയർന്ന ചിന്ത ഈ തരുണത്തിൽ സാംസ്കാരിക നിലപാടിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടിയിരിക്കുന്നു. എന്താണ് ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം കൈക്കൊള്ളേണ്ട നിലപാട് എന്നുള്ളതിനെപ്പറ്റി അവഗാഹമായൊരു ജ്ഞാനവും അർത്ഥവത്തായ ഒരു ധാരണയും ഉണ്ടാകേണ്ടത് ലോക മുസ്ലിം സമുദായത്തിന് അനിവാര്യമായൊരു ഘട്ടമായി വന്നിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ലോകമാനവ സമൂഹം മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളെ ഭീകരതയുടെ മുഖമുദ്രയായി ചിത്രീകരിക്കുന്ന, മാറ്റി നിർത്തുന്ന, കുറ്റം ചാർത്തുന്ന ഒരവസ്ഥയിലേക്ക് മാനവ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ലോക നേതാവ് മാനവ സമൂഹത്തോട് പറയുകയുണ്ടായി, all Muslims are not terrorists, but all terrorists are Muslims. ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർ മുഴുവൻ ഭീകരവാദികളല്ല, മറിച്ച് പക്ഷേ ലോകത്തുള്ള ഭീകരർ മുഴുവൻ മുസ്ലിമാണ് എന്ന് പറയുകയുണ്ടായി. മഹാനായ വ്യക്തിത്വത്തോട് ലോകത്തിലെ മുസ്ലിം സമുദായത്തിന് പറയാനുള്ള ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്രകാരം പറയുകയാണ്: ലോകത്തൊരു മുസൽമാനും ഭീകരവാദിയല്ല. ലോകത്തൊരു ഭീകരവാദിക്കും മുസൽമാനായി ജീവിക്കാനും കഴിയുകയില്ല.
ഈ ഒരു മറുപടിയാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു മറുപടിയിൽ ഊന്നിക്കൊണ്ടായിരിക്കണം മുസ്ലിം സമുദായാംഗങ്ങൾ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോക അത്ഭുതങ്ങളിൽ ഒന്നായി നിൽക്കുന്നതാണ് ഇന്ത്യയുടെ ബഹുസ്വരത, നാനാത്വത്തിലുള്ള ഏകത്വം. അതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ലോക മനസാക്ഷിയുടെ മുമ്പിലുള്ള ചിഹ്നം അല്ലെങ്കിൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ആ ബഹുസ്വരതയിൽ നിന്നുകൊണ്ട് ഒരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും? ആ ബഹുസ്വരതയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമുദായം ഇതര സമുദായാംഗങ്ങളോടും ഇതര സമൂഹങ്ങളോടും പുലർത്തേണ്ട സാംസ്കാരിക നിലപാട് എന്തായിരിക്കണം? ഇതിൽ നിന്നുകൊണ്ടായിരിക്കണം വളർന്നു വരുന്ന തലമുറയുടെ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടത്. ഇതിൽ നിന്നുകൊണ്ടായിരിക്കണം നാളെയുടെ നാളുകളിലുള്ള ഈ സമുദായത്തിൻ്റെ സാംസ്കാരിക ചിന്താഗതികൾ രൂപപ്പെടേണ്ടത്. അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇസ്ലാം എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? മതവിശ്വാസികളെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വാളിൻ മുനയിലൂടെയും തോക്കിൻ കുഴലിലൂടെയും മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ സമുദായം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ? നബി വചനങ്ങളും നബിചര്യകളും നമുക്കതിന് ചൂണ്ടുപലക നൽകുന്നുണ്ടോ എന്നുള്ള ചിന്താഗതി അനിവാര്യമാവുകയാണ്. അവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ വചനങ്ങളിലേക്ക് അവഗാഹമായ ഒരു എത്തിനോട്ടം വളരെ അനിവാര്യമായി മാറുകയാണ്. വളരെ പണ്ഡിതരായിട്ടുള്ള മതപണ്ഡിതന്മാരായിട്ടുള്ള ഉലമാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വേദിയും സദസ്സുമാണിത്. പരിശുദ്ധ ഖുർആനിലെ 10-ാം വചനമായ സൂറത്തുൽ യൂനുസിന്റെ 99-ാം ആയത്ത് മുതൽ തുടങ്ങുന്നു. സർവശക്തൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകത്തെ മാനവ സമൂഹത്തെ മുഴുവൻ വിശ്വാസികളായി സൃഷ്ടിക്കാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ സർവശക്തൻ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ബഹുസ്വരമായ ഒരു മാനവ സമൂഹത്തെയാണ് സർവശക്തൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സർവശക്തൻ മാനവികതയെ മുഴുവൻ, മാനവകുലത്തെ മുഴുവൻ വിശ്വാസികളായി സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ മാനവ കുലം മുഴുവൻ, മനുഷ്യ സമൂഹം മുഴുവൻ വിശ്വാസികളായി മാറണമെന്ന് പറയാൻ നമുക്കാരാണ് അധികാരവും അവകാശവും തന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുക. 49-ാം ആയത്തിൽ ഹുജറാത്തിലെ 13-ാം വചനം, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ, അല്ലയോ മാനവ സമൂഹമേ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി വിവിധ സമൂഹങ്ങളും വിവിധ ഗോത്രങ്ങളും വിവിധ വർഗങ്ങളുമായി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധനായ സർവശക്തനായ അള്ളാഹു അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മാനവ സൃഷ്ടിയിൽ അവൻ വിഭാവനം ചെയ്തത് ഒരു ബഹുസ്വര സമൂഹത്തെയല്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ സാംസ്കാരിക ചിന്തയ്ക്ക് തുടക്കം കുറിക്കേണ്ടത്. അൽ ബക്കറയിലെ 256-ാം ആയത്തിലേക്ക് കിടക്കൂ. ലാ ഇക്റഹ ഫിദ്ദീനി എന്ന് തുടങ്ങുന്ന ആയത്തൊന്ന് പരിശോധിക്കൂ. മതത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബലാത്കാരവും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു മതം. ആ ആയത്ത് വെളിവായതിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമ്മളെ അത്ഭുത സ്തബ്ധരാക്കുന്ന ചരിത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഹിജറ 4-ാം വർഷത്തില് മദീനയുടെ ഭരണസാരിധ്യം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയുടെ ഭരണാധികാരിയായി മാറിയ സാഹചര്യത്തില് അവിടെ നബിയുടെ ഭരണത്തിന് ഏറെ വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്ന, തടസ്സങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ചില വർഗങ്ങളെ മദീനയുടെ മണ്ണിൽ നിന്നും തിരസ്കരിക്കാൻ, മദീനയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് നാടുകടത്താൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ നാടുകടത്താൻ വിധിക്കപ്പെട്ടവരിൽ അനേകം ജൂതമതക്കാരുണ്ടായിരുന്നു. ആ ജൂതമതത്തിൽപ്പെട്ടവരുടെ പലരുടെയും പിതാക്കളും ബന്ധുക്കളുമൊക്കെ നബിയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മതവിശ്വാസികളായി മാറിയവരായിരുന്നു. നാടുകടത്താൻ ഉത്തരവിറക്കിയപ്പോൾ ആ ബന്ധുക്കളും പിതാക്കന്മാരുമൊക്കെ നബിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളെയും മക്കളെയും സഹോദരങ്ങളെയും നാടുകടത്തരുത്, അവരെ ഞങ്ങൾ
ഹിജറ 4-ാം നൂറ്റാണ്ടിൽ നബി ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം മതത്തിനും ഭരണത്തിനും വിഘാതം സൃഷ്ടിച്ചവരെ പുറത്താക്കിയ അവസരത്തിൽ അവരുടെ ബന്ധുക്കളും അവരുടെ സഹോദരങ്ങളും അവരുടെ പിതാക്കന്മാരും അടങ്ങുന്ന സംഘം മതവിശ്വാസികളായ നബിയുടെ സഹചരന്മാർ നബിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, അലയോ നബിയെ, അവരെ പുറത്താക്കരുത്, അവരെ നമുക്ക് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാം, ഞങ്ങൾ അവരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ആ സമയത്ത് വെളിവാക്കപ്പെട്ട ആയത്തായാണ് അൽ ബഖറയിലെ 256-ാം ആയത്ത് ചിത്രീകരിക്കപ്പെടുന്നത്. അവിടെ പറയുകയാണ്, യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരി, സോറി, ലാ ഇക്റാഹ ഫിദ്ദീനി എന്ന് പറയുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീനി എന്ന് തുടങ്ങുന്ന ആയത്ത്. മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബലാത്കാരവും പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സ്വന്തം പിതാക്കൾക്കും സ്വന്തം സഹോദരങ്ങൾക്കും സ്വന്തം ബന്ധുക്കൾക്ക് പോലും ഒരാളുടെ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ബലാത്കാരം പുലർത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പാടില്ല എന്ന് നിഷ്കർഷിച്ച ഒരു മതം. മറ്റൊരു ചരിത്രപരമായ വസ്തുത ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യമായി ലോകത്തുണ്ടായ ലിഖിതമായ ഒരു ഭരണഘടന, ഒരു രാജ്യത്തിൻ്റെതായി ലിപികളാൽ രചിക്കപ്പെട്ട ലിഖിതമായ ഒരു ഭരണഘടന ലോകത്താദ്യമായി ഉണ്ടാകുന്നത് മദീനയുടെ ലോക ഭരണഘടനയാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ലോകത്താദ്യമായി ഒരു രാജ്യത്തിന് വേണ്ടി ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത്. ഞാൻ ആ ഭരണഘടനയുടെ ഏതാനും വാചകങ്ങൾ ഇവിടെ വായിക്കാം. ഹിജറ 4-ാം വർഷത്തിൽ ലിഖിതമായൊരു ഭരണഘടന ലോകത്താദ്യമായി ഉണ്ടാക്കിയപ്പോൾ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ഭരണഘടനയിൽ ഇപ്രകാരം എഴുതി ചേർത്തു: നമ്മുടെ പൊതുസ്വത്തുക്കളിൽ പങ്കാളികളാകുന്ന ജൂതന്മാരെ എല്ലാവിധ ആക്ഷേപങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടണം. അവർക്ക് നമ്മോടൊപ്പമുള്ള പൂർണ്ണാവകാശം ഉറപ്പാക്കപ്പെടണം. അവർക്കെല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അവർക്ക് മുസ്ലിങ്ങളോടൊപ്പം എന്ന പോലെ തന്നെ അവരുടെ മതമനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. ഇത് ലംഘിക്കുന്നവർ കുറ്റക്കാരും ശിക്ഷിക്കപ്പെടുന്നവരുമാണ്. എല്ലാ യഥാർത്ഥ മുസ്ലിങ്ങളും കുറ്റക്കാരും അനീതി പ്രവർത്തിക്കുന്നവരും കലഹമുണ്ടാക്കുന്നവരെയും അകറ്റി നിർത്തുകയും കുറ്റക്കാരെ യാതൊരു വിധത്തിലും സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യണം. അവർ നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ കൂടി. പരിശുദ്ധ നബി ഹിജറ 4-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചത് ഇപ്രകാരമാണെങ്കിൽ എന്തവകാശമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന മതമാണ്. എല്ലാ വേദാന്തങ്ങളെയും അംഗീകരിക്കുന്ന മതമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായാംഗങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഏറ്റവും ഉദാത്തമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, കാണിച്ചു തന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. ഒരിക്കലും ഒരു അസഹിഷ്ണുതയുടെ പര്യായമായി മാറാൻ യഥാർത്ഥ വിശ്വാസിക്ക് കഴിയാത്ത സാഹചര്യമാണ് പരിശുദ്ധ ഖുർആനിലും നബിവചനങ്ങളിലും നബിചര്യകളിലും നിലകൊള്ളുന്നത്. അവിടെ നിന്നുകൊണ്ടായിരിക്കണം നാം ലോക മനസ്സാക്ഷിയുടെ മുൻപിൽ എത്ര നാൾ ഈ കളങ്കവും ഏറി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ടായിരിക്കണം ഓരോ മുസ്ലിം സഹോദരനും ഒരു ബഹുസ്വര സമൂഹത്തില് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് എങ്ങനെ മാതൃകയായി മാറണം എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പോലെ മനോജ്ഞമായ ഒരു രാജ്യം, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഔത്സുക്യത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് ജനിക്കാൻ വിധിക്കപ്പെട്ടതിൽ തന്നെ നാം സംതൃപ്തരാകണം, നാം ഭൂരിതമാകണം നമ്മുടെ മനം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോക മനസ്സാക്ഷിയുടെ മുമ്പിൽ, ലോക ജനതയുടെ മുൻപിൽ, ലോക മാനവികതയുടെ മുമ്പിൽ ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ മാർഗം കാണിച്ചു കൊടുത്തൊരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ബഹുസ്വരതയിൽ അടിയുറച്ച ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ആ ബഹുവർണ്ണങ്ങളിൽ നാനാത്വത്തിൽ ഏകത്വം കണ്ടുകൊണ്ട്
ഒരുപാട് വൈരുദ്ധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നായി ദേശീയ ബോധത്തോടുകൂടി മുന്നേറുന്നൊരു രാജ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ 6 പതിറ്റാണ്ട് 7 പതിറ്റാണ്ട് അടുക്കാൻ പോകുന്നൊരവസരത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം അതിൻ്റെ പന്താവിലൂടെ അതിശീഘ്രം കുതിച്ചു പാഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു യുഗത്തിലും നാം ജീവിക്കുകയാണ്. സമഗ്രമായ എല്ലാ മേഖലകളിലും, വാണിജ്യ വ്യാവസായിക രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, കലാകായിക രംഗത്ത്, അങ്ങനെ വിവിധങ്ങളായ എല്ലാ മേഖലകളിലും ഇന്ത്യ എന്ന രാജ്യം ശീഘ്രമായി പുരോഗതിയുടെ പന്താവിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പുരോഗതിയെ സാഗൂതം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലെ ലോക നേതാക്കൾ മുഴുവൻ ഒരുപക്ഷെ 1 പതിറ്റാണ്ട് കൂടി കഴിയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും എന്ന് പ്രവചിച്ചിരിക്കുന്ന ഒരു യുഗത്തിൽ നാം ജീവിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നാം നമ്മുടെ സാംസ്കാരികതയെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ധാർമ്മികതയെ വിലയിരുത്തുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട പാഠം ബഹുസ്വരതയുടെ പാഠം തന്നെയാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ സമുദായ നിഷ്ഠകളെ, മതവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഉദാത്തമായ മാനവികത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. ലോക മാനവികതയുടെ ചരിത്രത്തിന് മാതൃകയായി മാറുന്ന ഉത്തമമായ ഉദാത്തരായ പൗരന്മാരായി ഇവിടുത്തെ മുസ്ലിം സമുദായാംഗങ്ങൾക്ക് മാറുവാൻ കഴിയണം. ഒരമ്മയുടെയും ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ ലോക മാനവ ജനതയെ മുഴുവൻ ഏകോദര സഹോദരമായി കണ്ട ഒരു പരിശുദ്ധമായ മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ പറ്റി, വേൾഡ് സിറ്റിസൺഷിപ്പിനെ പറ്റി, വേൾഡ് ഗവേണൻസിനെ പറ്റിയൊക്കെ ഉറക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. എത്ര ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു തിയറിയാണ് 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെ മാനവ സമൂഹം മുഴുവൻ ഒരു പിതാമഹന്റെയും ഒരു പിതാമഹിയുടെയും സന്തതി പരമ്പരയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇതിലും ഉദാത്തമായ ഒരു മാനവികത നിങ്ങൾക്ക് ഏത് വേദാന്തത്തിൽ കാണാൻ കഴിയും, ഏത് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ടായിരിക്കണം ഒരു ബഹുസ്വര സമൂഹത്തിലെ നമ്മുടെ സാംസ്കാരികതയെ പറ്റി നാം പറയേണ്ടത്. അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രബോധനങ്ങളും മത പ്രഭാഷണങ്ങളും നടക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള തൗഹീദിന്റെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ വേണ്ടി നാം പ്രയത്നിക്കേണ്ടത്. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം ഉന്നതന്മാർ ഉൾക്കൊള്ളുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മതം വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ, വ്യതിചലിച്ചു പോകുന്നുവെങ്കിൽ, മതത്തിന്റെ കാഴ്ചപ്പാടുകളെ ബഹുസ്വര സമൂഹത്തിന്റെ സാംസ്കാരിക രംഗത്ത് അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് നേർവഴിക്ക് തിരിച്ചുവിടാനും അതിന് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ബാധ്യത നമ്മുടെ ഈ ആധ്യാത്മിക സ്ഥാപനങ്ങൾക്കും ആധ്യാത്മിക സംഘടനകൾക്കുമുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശരിയായ ദിശയിലൂടെ ശരിയായ മാർഗദീപം നയിച്ചുകൊണ്ട് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കാനും ഒരു ബഹുസ്വര സമൂഹത്തിലെ ഉദാത്ത മാനവികതയുടെ മാതൃകകളായി ഈ സമുദായത്തിലെ സഹോദരങ്ങളെ വാർത്തെടുക്കാനും കഴിയുന്ന നല്ല പ്രയത്നങ്ങൾക്ക് ഈ സമുദായത്തിലെ ആത്മീയ സംഘടനകൾക്കും ആത്മീയ സ്ഥാപനങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുവാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന, പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വളവന്നൂർ ബാഫക്കി യതീംഖാനയുടെ ഭരണസാരഥികൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഓരോ സ്ഥാപനത്തിലൂടെയും ഇത്തരത്തിലുള്ള ഉദാത്തമായ ചിന്തകൾ പ്രചരിപ്പിക്കാനും അതുവഴി നാളെയുടെ നാളുകളിൽ ഉന്നതമായ മാനവികതയും ഉദാത്തമായ ആത്മീയതയും ഉന്നതമായ ധാർമ്മിക നിഷ്ഠകളും പുലർത്തുന്ന നല്ലൊരു യുവജന സമൂഹത്തെ വാർത്തെടുക്കാനും കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ പ്രഖ്യാപിച്ചതുപോലെ ഇനിയും അനേക സ്ഥാപനങ്ങൾ ഈ മണ്ണിലേക്ക് കടന്നു വരാനുണ്ട്. ഇനിയും വിദ്യാഭ്യാസ, സാംസ്കാരിക, കായിക, കലാമണ്ഡലങ്ങളിലൊക്കെ അനേകം സംഭാവനകൾക്ക്
ഈ സ്ഥാപനം ഇനിയും വേദിയാകുമെന്നുള്ളതിൽ തർക്കമില്ല. ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പന്താവിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, സർവശക്തൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സമ്മേളനത്തിലെ ഒരു പ്രമുഖ ഇനമായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ അതിൻ്റെ കെട്ടിട ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് സാഹിബിനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. മലബാറിന്റെ മതഭൗതിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയെ അജ്ഞത അന്ധകാരം തീർത്തപ്പോൾ അറിവിനെയും അക്ഷരത്തെയും പ്രണയിച്ച പണ്ഡിതർ, പൂർവ്വസൂരികൾ, അറ്റമില്ലാ ചിന്തകൾക്കുത്തരമായി കൊളുത്തിയ തിരുനാളം ബാഫക്കി യതീംഖാന. കലാലയങ്ങൾ കൊലാലയങ്ങളും വിദ്യാഭ്യാസവുമായി മാറിയ നവപരിസരത്തിൽ ധാർമ്മികതയും മൂല്യബോധവും പകർന്നു കാലരഥത്തേറേറി പരിവർത്തനങ്ങൾ ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ സമൂഹത്തെ സമ്പന്നമാക്കി ലക്ഷ്യപൂർത്തീകരണത്തിന് വഴിയൊരുക്കി ജൈത്രയാത്ര തുടരുന്ന വൈജ്ഞാനിക പ്രഭാവത്തിന്റെ അനശ്വര രൂപം ബാഫക്കി യതീംഖാന. ഈ സ്നേഹാലയത്തിന്റെ സുവർണ പകിട്ടാർന്ന ചരിത്രത്താളുകളിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കുന്ന സുന്ദര നിമിഷത്തിന് ഈ അനുഗ്രഹീത വേദി സാക്ഷ്യം വഹിക്കുകയാണോ? ബാഫക്കി യതീംഖാനയുടെ സമ്മേളനത്തിന് വിളിക്കുത്തരമായി ഈ മഹാനഗരിയിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മഹനീയ സദസ്സ് പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയാണോ? ബാഫക്കി യതീംഖാന വുമൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഔപചാരികമായ കെട്ടിടോദ്ഘാടനം ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് സാഹിബ് അവർ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് CIC-യുടെ സെമസ്റ്റർ പരീക്ഷയിൽ സംസ്ഥാനതല റാങ്ക് ജേതാക്കളായ ബാഫക്കി വാഫി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് ഈ അനുഗ്രഹീത വേദിയിൽ വെച്ച് നടക്കുകയാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് സാഹിബിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി തംഹീദിയ ഊല ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടിയ അബ്ദുൽ ഗഫൂർ എന്ന വിദ്യാർത്ഥിയെയും ആലിയ ഊല ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടിയ അബ്ദുൽ ഹക്കീം എന്ന വിദ്യാർത്ഥിയെയും PG ലുഗ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സെക്കൻഡ് റാങ്ക് നേടിയ അബ്ദുള്ള സി എന്ന വിദ്യാർത്ഥിയെയും തംഹീദിയ സാനിയ ക്ലാസ്സിൽ നിന്ന് തേർഡ് റാങ്ക് നേടിയ സഫീർ എന്ന വിദ്യാർത്ഥിയെയും ആലിയ സാനിയ ക്ലാസ്സിൽ നിന്ന് തേർഡ് റാങ്ക് നേടിയ സുഹൈർ എന്ന വിദ്യാർത്ഥിയെയും സോദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട മന്ത്രി പി.കെ. അബ്ദുറബ്ബ് സാഹിബിനെ വേദി സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ഈ സ്ഥാപനങ്ങളുടെ ചെയർമാൻ കൂടിയായ
പാണക്കാട് സയ്യിദ് swadiqali shihab തങ്ങൾ അവர்களെ, ഈ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതിയിലെ ജഡ്ജ് ജസ്റ്റിസ് CK അബ്ദുറഹീം സാഹിബ്, ജസ്റ്റിസ് അക്ബർ അലി സുപ്രീം കോടതി ജഡ്ജ്, ബഹുമാനായ സയ്യിദ് മുഹമ്മദ് നിസാമി സാഹിബ്, ബഹുമാനായ മുൻ സംസ്ഥാന മന്ത്രി കൂടിയായ ജനാബ് കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്, PA റഷീദ്, DP അൻവർ അലി, ഡോക്ടർ NM അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, പ്രിയങ്കരനായ PTK കുട്ടി സാഹിബ്, പ്രൊഫസർ അബ്ദുൽ സമദ്, ഡോക്ടർ C അൻവർ അമീൻ, P സയ്യിദ് അലവി മാസ്റ്റർ, മുഹമ്മദ് അലി വാഫി ചെമ്പുലങ്ങോട്, മറ്റു വേദിയിലും മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, ബാഫക്കി യതീംഖാനയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളവന്നൂർ ബാഫക്കി യതീംഖാന അതിൻ്റെ 40ാം വാർഷിക സമ്മേളനവും അതോടൊപ്പം തന്നെ വാഫി സന്നദ്ധദാന സമ്മേളനവുമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മർഹൂം സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളും അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും ആദരണീയനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ അവർകളുമെല്ലാം അവരുടെ എല്ലാം ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന ഈ സ്ഥാപനം ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയും പ്രോത്സാഹനവും നേടിക്കൊണ്ട് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൽ ചെറിയ ചില സ്ഥാപനങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ സഹായം കൊണ്ട്, സാമ്പത്തിക സഹായം കൊണ്ട് നടക്കുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വാശ്രയ മേഖലയിൽ സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടുപോരുകയാണ്. യതീംഖാന അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള വാഫി കോളേജ്, അതുപോലെ പ്രൈമറി സെക്കൻഡറി മദ്രസകൾ, റെസിഡൻഷ്യൽ ഹൈസ്കൂള്, അതുപോലെ ഹയർ സെക്കൻഡറി VHSC സ്കൂളുകൾ, വനിതകൾക്കുള്ള അറബി കോളേജ്, ITI, അതുപോലെ തന്നെ B.Edനുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, D.Edനുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നഴ്സറി സ്കൂൾ, അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും അവരുടെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം നഴ്സറി സ്കൂൾ മുതൽ ആരംഭിച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഇവിടെ
ഉണ്ടായിട്ടുള്ളത്. പഠന നിലവാരത്തിൻ്റെ കാര്യത്തിലും പരീക്ഷകളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലുമെല്ലാം ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ബഹുമാന്യനായ സ്വാദിഖലി ശിഹാബ് തങ്ങൾ അദ്ദേഹം നൽകിയിട്ടുള്ള കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ യതീംഖാനയോടനുബന്ധിച്ച് ഒരു എയ്ഡഡ് കോളേജ് തന്നെ വേണം എന്നുള്ള ആവശ്യമാണ്. തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക യതീംഖാനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് എയ്ഡഡ് കോളേജുകൾ നടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ആവശ്യകത തോന്നായികയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കാതെ പോവുകയോ അല്ലെങ്കിൽ നടന്നിട്ട് വിജയിക്കാതെ പോവുകയോ ചെയ്തതാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ കാലഘട്ടത്തിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാം. ഈ യതീംഖാനയുമായി എനിക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ യതീംഖാന കൺട്രോൾ ബോർഡിലെ മെമ്പറായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലുമെല്ലാം ഈ സ്ഥാപനത്തിൽ വരുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള യതീംഖാനയിൽ ആൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, പെൺകുട്ടികൾക്കില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. 300ഓളം ആൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നു, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അനുമതിയില്ല, സൗകര്യമില്ല എന്ന് പറയുകയുണ്ടായി. അത് വളരെ ഗൗരവമായി കണക്കിലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളും ഇവിടെ നമ്മുടെ യതീംഖാനയിൽ പഠിച്ചു വരുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എനിക്കേറെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും പ്രസക്തിയുമെല്ലാം ആനായ തങ്ങളവറുകളും അതുപോലെ തന്നെ ജസ്റ്റിസും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ എല്ലാ മേഖലകളിലേക്കുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിദ്യാഭ്യസിക്കണം എന്ന് പറഞ്ഞ മഹാനായ റസൂൽ കരീമിൻ്റെ അനുയായികളാണ്. കാലഘട്ടം മാറി ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലാതെ എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ വിരൽ അമർത്തിയാൽ, മൗസൊന്ന് ചലിപ്പിച്ചാൽ നമ്മുടെ കൺമുമ്പിൽ നമുക്കാവശ്യമുള്ള എന്തും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. വിദ്യാഭ്യാസത്തിന്, വിദ്യ നേടുന്നതിന്, അറിവ് നേടുന്നതിന് അറുതിയില്ല, അറ്റമില്ല, അനന്തമായി അത് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം. അതിനൊരു അവസാനമില്ല. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് പഠനവും നടത്താൻ, ഏത് വിജ്ഞാനവും നേടാൻ, ഏത് പുതിയ അറിവും സമ്പാദിക്കാനുള്ള
സംവിധാനങ്ങൾ, അനന്തമായ സാധ്യതകൾ IT ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ ആ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ ഇവിടെ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ അർഹിക്കുന്ന നമ്മുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നതോടൊപ്പം തന്നെ മറ്റു സമൂഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഉന്നതങ്ങളിലേക്കും കയറി ചെല്ലാൻ നമുക്ക് കഴിയണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ. മാത്രവുമല്ല, വിദ്യാഭ്യാസത്തിന് ശക്തമായ ഒരു അടിത്തറ വേറെ ഉണ്ടാകണം. ഇന്ന് ഒരു ഭാഗത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ, അതിനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അത്തരം തെറ്റായ രീതിയിലേക്ക് അല്ലെങ്കിൽ പൊതുവായ ഒഴുക്കിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതെ സൂക്ഷിക്കേണ്ടത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ്. മദ്യവും മയക്കുമരുന്നും ലഹരിയുമൊക്കെ ഇന്ന് ക്യാമ്പസുകളുടെ ഹരമായി മാറിയിട്ടുള്ള കാലഘട്ടമാണ്. അതിനെതിരെയുള്ള നീക്കങ്ങൾ എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിലൊക്കെയുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് യുവതലമുറ പോകുന്നു എന്നതൊരു വസ്തുതയാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടാകണം. ആ ഇച്ഛാശക്തി, ധൈര്യവും സ്ഥൈര്യവും അതോടൊപ്പം തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസവും നാളെ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസവുമൊക്കെയാണ് ആയിരിക്കണം അവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്. അതിനേറ്റവും ആവശ്യമായിട്ടുള്ളത് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ ആ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ പടുത്തുയർത്തുന്നത് ഏറ്റവും ശക്തമായ ധാർമ്മികതയുടെ, മാർമിക മൂല്യങ്ങളുടെ, മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ, അതിൻ്റെ അനുഷ്ഠാനങ്ങളുടെ തറക്കല്ലിലായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നാളത്തെ ലോകത്ത് ഏറ്റവും മാതൃക വ്യക്തിത്വങ്ങളായി ജീവിക്കാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഈ യതീംഖാന പോലുള്ള അതോടുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ പോലുള്ള നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയകരമായ 40ാം വാർഷികം ഇന്ന് ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഭാരവാഹികൾക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക്, തങ്ങളടക്കമുള്ള ആളുകൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്ന പാന്താവിലൂടെ നമ്മൾ പോയതിന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും അഭിമാനകരമായ ഒരു പൂർവ്വകാലം നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലത്തിൻ്റെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട്, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് ശരിയായ രീതിയിലുള്ള ദിശാബോധം ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന നല്ല കുട്ടികളായി വാർത്തെടുക്കുവാനും, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളികളെ സംബന്ധിച്ച് മലയാളിയില്ലാത്ത ഒരു സ്ഥലവുമില്ല ലോകത്ത് എന്നാണ് പറയാറുള്ളത്. ലോകമെമ്പാടും മലയാളികളുണ്ട്. മലയാളിയില്ലാത്ത ഒരു രാജ്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. മാത്രവുമല്ല, ഹ്യൂമൻ റിസോഴ്സിൻ്റെ കാര്യത്തിൽ പഴയകാലത്ത് ശാരീരികാധ്വാനത്തിൻ്റെ ബലത്തിലാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ജീവിതം കഴിയാൻ വേണ്ടി മറുനാടുകളിൽ, മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ പോയിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ആളുകളെ ആവശ്യമില്ല. ഇന്ന് ആവശ്യം നല്ല ബുദ്ധിയുള്ള, വിവേകമുള്ള, ഇൻ്റലിജൻ്റായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സാണ്. അതുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇതുപോലെ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ
അവർക്കതിൻ്റേതായ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ ഇനിയും നല്ല പ്രവർത്തനങ്ങളുമായി കുട്ടികൾ ആഗ്രഹിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മഹാനായ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകട്ടെ, അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ കോളേജ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ബഹുമാനനായ മന്ത്രിക്ക് സ്ഥാപനത്തിൻ്റെ 1000 അഗൈതവമായ കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളന സെഷനിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി സമ്മേളനത്തിൻ്റെ വിശിഷ്ടാതിഥി മദ്രാസ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് അക്ബർ അലി അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Now, in educational and cultural session of 14th anniversary celebration of Bafakhy Yatheemkhana and Wafi convocation, we are going to hear the empathetic and intellectual words of our chief guest, Honorable former Judge of Madras High Court, Justice Akbar Ali Sahib. With all respect, welcome His Excellency to the podium. Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. In the name of Allah, the benevolent and the merciful, praise be the Lord, the Almighty Allah. Most respected and revered Sayyid swadiqali Shihab Thangal, the president of this orphanage, my beloved and esteemed brother, Justice C.K. Abdulrahim, High Court Kerala, and Honorable P.K. Abdulrabb, the Honorable Minister of Education Kerala, and my esteemed brothers and dignitaries on the dais and off the dais, my dear brothers and sisters in Islam, my dear students, parents, and every one of you. I know my difficulty because I know that Malayalam samkarikum patilla. I do not know Malayalam. That is one handicap I have with you because I have to converse only within English. But I think that my conversation in English may reach you, may able to communicate with you. Because one of the skills which this community needs, or the students community of this Yatheemkhana needs, I may say so, it is the communication skill, and the two within English language, which is of course a foreign language. Because we are going to live in a global country, and they are going to face all the challenges in this country. And once we say an educational institution of this type, that we are also expecting something different, a communication skill for this student, which is going to be one of the motive of this institution. And with this brief, let me have my own thoughts about this educational conference, and more particularly about this, the 40th anniversary celebration and annual convocation conference of Valavannur Bafakhy Yatheemkhana. Indeed, it is my real honor and pleasure to be with you in this revered soil, to stand before this august gathering and in the presence of the Sayyid Thangal. An institution started 40 years with 51 students of Yatheem, and now spanning into more than 13 institutions, the two with modern education. I am really amazed. When I was requested by Mr. Anwar Ali, who is my friend in External Affairs Ministry, that I have to come over here and take participation in this conference, I was little hesitant and apprehensive about. I thought I am going to address one more madrasa. I thought I am going to address one more Yatheemkhana. I thought I am going to address one more the people who do not know what is literacy. I thought I am going to address such a person. Then the moment I landed here, when I know that this Yatheemkhana is not on an orphanage alone, it is an Islamic center, it's an Islamic educational center, as rightly pointed out my esteemed brother Justice Rahim, that this institution, what is it stands for? When it started with 51 students and now with 12,000 students of various institutions of various higher education, what is its message it gives to the society? I only take cue from my esteemed brother, Justice C.K. Abdulrahim, that what he started with,
In a pluralistic society, what is the role of this community? What is the role of this community? He touched many sensitive points. I know that he was a very powerful speech. After hearing my esteemed brother, I do not know how I am going to convince you on this. But what is the role of this society, this community? You know the community, what the Sachar committee has given you, picturized you as a community of nil literacy, of below 1% of an higher education or a graduates in this community. When the national average was 74% of illiteracy, and this community was shown as a poor as far as 43%, even below that. But luckily that Kerala, where the literacy rate is 96% and equally which applies to the Muslims of this country, because of the visionaries like who has started this institution, the Chapangad Bapu Musliyar and PMSA Pukaya Thangal and their legal heirs and whoever that's managing this institution. My esteemed brother was telling you about what is the role, and I am just wondering, what is the, you know that what is the image of a Muslim in this country for other people? Can anybody guess? There are only 3 categories of Muslim as far as they know. The one of the Muslim is a model Muslim. You know who is a model Muslim or was a model Muslim? That model Muslim was none other than our past president of APJ Abdul Kalam. He was a model Muslim because he doesn't look like a Muslim. Nobody knows whether he practices Islam or not. But they will call him as a model Muslim. He is a model Muslim because nobody knows whether he practices or a Muslim at all. Then they have another category of Muslims, a moderate Muslim. Maybe myself or Anwar Ali or Justice, my esteemed brother or our education minister may fit into that moderate Muslim because we don't grow a beard, we don't sport a cap or we don't put a talapa or something. So we are all moderate Muslim, we will be accepted, somewhat we will be accepted. You know the third category, the one and the only category. And maybe in their estimation, that is the majority of the category, with a big beard and with a talapa or a topi or something like that and going around. So they will know only 3 categories of Muslims in this country. And where do we fit in? That's what Justice, my brother was really wondering about, concerned about. Where are we going, the Muslims? With a poor literacy rate, and where are we going? Where are we leading to? When this country is marching towards the 21st century, when this country is going to face so much of challenges in this country, when this country is going to grow into the global achiever, what are we going to do? That's where that we Muslims are somewhere we have to sit and think about our future of our generation. We have a generation that where we do not have the schools, we never went to school, we never went to college. That was a situation when this country, when the ulamas or clerks of this country thought, when Lord Macaulay said, you give the modern education or English education so that these people will forget their culture, their religion, everything, and they will be raised as Indian but thinking as a British. That was the idea which revolted these clerks or the ulamas or our forefathers to start our Arabic education in the guise of the madrasa. Maybe that was the idea, maybe 60 years back or 100 years back. Now we are in 21st century. Whether we follow the modern education or whether we follow the religious education or whether we mingle it. And luckily that this institution, even when the rest of the countries are not awakened onto this idea, this institution has started as many as 7 institutions I can see from the brochure. When they have only 4 institutions of the religious teaching, they have 7 to 8 institutions on the modern education. They have arts and science college, they have schools, they have matriculation, and they have everything because they have foreseen what is going to happen to this society, what is expected of this society. You know, in a pluralistic, again I am coming back taking the cue from my brother, when we are living in a pluralistic society, the survival of a community, that too a minority community like us,
The survival of the community rests with where? It's not just only to our ability to sustain with our culture or sustain with our religion or only to sustain with our language or only to sustain with our religious values. No. We need to contribute to the society. Unless we are contributing to this society, the pluralistic society, we will be ignored. We will be ignored in the sense that we will be not even be recognized. You know, when I came here, I asked my brother Justice Rahim that how many High Court judges are in Kerala. Luckily, he said, I was very proud to say, he said, there are 6 Muslim judges in this High Court of Madras. He asked me the same question, how many Muslim judges are there in Tamil Nadu? I said, I was the last one to retire. Thereafter, there is no judges at all. There is no Muslim judges at all. When I asked honorably how many IAS officers are going to be there in Kerala, and comparing to Tamil Nadu, we have a 0. We have everywhere, we have a result of a 0. I used to wonder, what is going to happen to this community, the minority community, which forms 15% of this population? What is going to happen to this community? They will be simply ignored to eliminate. They need not to come and shoot you, or they need not to come and beat you, they need not to come and burn you, or they need not to do anything, all those things. All they have to do is simply ignore you. If they start ignoring you, you are going to face the natural elimination. That's what is going to happen to this society. That's what we are all worried about this society. That's why we are all coming over to the students or the parents or whatever it is. We are coming and going to them, please, education. Whichever is going to give you the strength, whichever is going to give you the power, whichever is going to give you the sustainability, whichever is going to give you the empowerment, it's only through the education. Only through the what is need of this country. If you look at the need of the country at this stage, when the technology is so much developed, when the skill is so much expected, when there is a demand for so much of skill, what is this community is doing with their inputs, with their knowledge? I rightly said, again I have to quote my esteemed brother Justice Rahim. Then what have we been given with? We have been given with so much of knowledge. We have been given with so much of power. We have been given with the Quran. We are given with the Hadith. We are given with everything. That what are we doing? And simply ignoring what is the changes in the society. What is happening, the changes in the modern society with the science and technology. Why not we adapt with the modern technology? Why don't we adopt the skills? Why don't we learn the skills, which is going to be the focus point in each and every family? The 100% of the students or the small children, they are all taken to the school and they are all enrolled. 100% enrollment is there. What happens after when they reach 5th standard? 30% of the schools, the students are not continuing the education, dropouts. What happens when they go to 10th standard? Another 30% of the students are not there in the 10th standard. What happens if they go to +1 and +2? Another 10% of them not in the schools. All this, what is happening to these dropouts? The government is not bothered about them. Government may come up with a very scheme. Government may come up with very statistics. Government may come up with anything. But the problem with this society is what we think about our own ourselves. It's not the time that we think about this society that is the literacy is so low. When the higher education is not reaching the society, that is not, it's our duty to reach, our duty to expand, our duty to teach them, educate them. Education is the power. Education alone is going to take up this matter. And I will take 2 more minutes and I want to tell you a story. Wherever I go, I used to tell the story. And fortunately, I'm sorry, I wanted to tell the story in Tamil, but luckily I got the story translated in Malayalam also. With my little Malayalam, let me tell the story. ഞാൻ ഒരു കഥ പറയണം. ഒരു ഗ്രാമം, അവിടെ ഒരു കുടുംബം. ആ കുടുംബത്തിലെ യാരും പഠിച്ചില്ല. I'm sorry about the pronunciation, if you can correct me in this. അച്ഛൻ ഫോറിൻ ജോലി ചെയ്യണു. അമ്മായും ഒരു ആൺകുട്ടിയും ഗ്രാമത്തിൽ വസിക്കുന്നു. കുട്ടിക്ക് 5 വയസ്സായപ്പോൾ അച്ഛൻ വന്ന് മോനെ
ഫോറിൻ കുട്ടി പോയി ബിസിനസ്സിൽ ചേർക്കാനും പറഞ്ഞു. യു ഗെറ്റ് ദ പോയിന്റ്? അമ്മയെ സമ്മതിക്കില്ല. അമ്മ പറഞ്ഞു ആ കുട്ടിയെ ഞാൻ പഠിപ്പിക്കണം, ആ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാനും പറഞ്ഞു. അടുത്ത ടൗണിൽ സ്കൂളിൽ ചേർത്താമെന്നു പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി ചേർത്തു. ആ ഗ്രാമത്തിൽ അധികം ടൗൺ സ്കൂളിൽ പോക്കാണ് കുട്ടിയായി. ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടൗൺ ഫോർ എ സ്റ്റഡി. കുട്ടി മിടുക്കനായി പഠിച്ചു SSLC പാസ്സായി. ആ കുടുംബത്തിലെ അധ്യായ SSLCക്കാരനായി. പിന്നെ അമ്മ അവനെ കോളേജിൽ ചേർത്തു. അവൻ ഒരു ബിരുദധാരിയായി, ഗ്രാജുവേറ്റ്. ഹി ഈസ് ദ ഓൺലി ഗ്രാജുവേറ്റ്, ബിരുദധാരിയായി. അവൻ്റെ അമ്മ മകനെ മേലും പഠിപ്പിക്കാണെന്ന് തോന്നി ലാ കോളേജിൽ ചേർത്തു. ആ ഗ്രാമത്തിൽ നിന്നു ആദ്യം ലാ കോളേജിൽ ചേർന്ന കുട്ടിയായി, ലാ ബിരുദവും കിട്ടി. ഗ്രാമത്തിൽ ആദായ ലാ അഡ്വക്കേറ്റായി. പിന്നെ അദ്ദേഹത്തെ ഡിസ്ട്രിക്ട് ജഡ്ജായി. ഈസ് ദ ഓൺലി ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ ഡിസ്ട്രിക്ട്. കുറേ നാൾ പോയാൽ പോലെ പിന്നെ ആയി ഹൈക്കോടതി ജഡ്ജുമായി. ഇപ്പോൾ ഇവിടത്തിൽ നിൽക്കുന്നു. അമ്മ പഠിച്ചില്ല, അച്ഛനും പഠിച്ചില്ല. ആ കുട്ടിക്ക് പഠിപ്പിക്കാനും അമ്മ പറഞ്ഞു. സോ ഐ എം ഓൺലി ടെല്ലിങ് ദിസ് മൈ സ്റ്റോറി, ബ്രദർ. What is the education has taken this boy or a small boy from village to this level? Aren't you the parents or the students? Should not you come someday before this, stand like this and say, and amme padichu kaanum? This is what the education is. Maybe that is the story of many of us over here. That is the story of many of us over there. But what is the education? The education is the empowerment. The education alone can take this community, the community which has been accused of each and everything, like they said, which has been a community which has been accused of each and everything because we are not adapted to the changes in this country, because we are not adapted to the challenges we are going to expect in this country. We are always thinking about only one thing, that when I am going to grow a mustache and take a passport and go to Gulf and earn money, what is point in that? I have not gone to any Gulf country to earn anything. I am here. My brother is here. See, we are all given knowledge. Allah has given that knowledge and He has given you that opportunity. This is the country where we belong to, where our forefathers lived to. We belong to this country. This country is ours. There is a poem in Bharadiyar of Tamil Nadu. எந்தையும் தாயும் மகிழ்ந்து குழாவி இருந்ததும் இன்னாடே அவர் முந்தையராயிரம் இருந்தது. What does mean is, my father and mother were here, lived here. Their forefathers for 1,000 generations lived here. That's what we are all. We are all born to this country. We belong to this nation. The country belongs to us. For our contribution to the society, when we said, when in a pluralist society, that is our role. Our role is nothing but, my dear brothers and sisters, you empower with yourself. You give education to your children. You give education to each and every one of yateem. Rightly said, my brother also said, what is the duty of a person towards an yateem? And what is the education they are all giving? They really, I am very proud to be here in this August gathering on this soil, to stand before this gathering, say that these orphans are being educated. They are all given a position in a society. So again and again, I only wish you to see you are all educated, you are all empowered. The younger generation, the future generation, take part in this, contribute to the society, so that they are also a permanent members of the society without being accused of something else. Thank you very much. Assalamu alaikum wa rahmatullahi wa barakatuh. Thank you, sir. Thank you, your presence, your excellency, and your information. സമയക്കുറവ് കാരണം
വിശദമായി പരിഭാഷപ്പെടുത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഏതൊരു സമൂഹത്തിൻ്റെയും അതിജീവനം വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധ്യമാവുക എന്നാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, വിശേഷ്യ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ, ആ സമൂഹത്തിലേക്ക്, ആ രാജ്യത്തേക്ക് സംഭാവനകൾ അർപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നാം അവഗണിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നാണ് സാർ പറഞ്ഞതിൻ്റെ ചുരുക്കം. സർ, കൺഗ്രാറ്റുലേഷൻസ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട്. യുവർ ഹാർട്ടിയസ്റ്റ് വേർഡ്സ്. Sir, Honorable Justice Akbar Ali, Justice Abdulrahim, actually we are proud of you. We are proud of you. Actually, this is the words expected from you. We heard the words on tolerance, on patriotism, on religion, on society, on education. What is the method of education? We studied a lot from your words. Alhamdulillah. We know it well, especially in this time where communalists try to question the individuality of a Muslim, personality of an Indian Muslim. Such a time, these like words on Muslims' patriotism, Muslims' tolerance, the essence of Islam, we actually proud of you, dear sir. It is very, very motivational words. We know it, even though we know it well, actually the words from you, that is very, very valuable. Because constitutionally you have capacity, your words have capacity, your actions have capacity, your reactions have capacity. Then we are proud of you. Once again, congratulations a lot. Wa akhiru da'wana alhamdulillahi rabbil alamin. Wassalamu alaikum wa rahmatullahi wa barakatuh. പ്രിയമുള്ളവരെ, ഈ സെഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി പ്രമുഖ പണ്ഡിതനും കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് CIC-യുടെ ബഹുമാനനായ അസിസ്റ്റന്റ് ഡയറക്ടർ, സർവോപരി ബാഫക്കി കുടുംബാംഗം ഉസ്താദ് സെയ്ദ് മുഹമ്മദ് നിസാമി അവർകളെ ബഹുമാനപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله نحمده ونصلي على سيدنا محمد وعلى آله وأصحابه أجمعين. അഭിവന്ദരായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ജനാബ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ അവരുകളെ, ഈ മഹിതമായ വേദിയിൽ വുമൻസ് കോളേജിൻ്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച ജനാബ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽറബ്ബ് സാഹിബ് അവരുകളെ, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ ജഡ്ജി, അതുപോലെ തന്നെ മുൻ ജഡ്ജി, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത്തുക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇവിടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളായ PMSA പൂക്കോയ തങ്ങൾ, ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും സ്മരണ ഈ വേദിക്ക് ചുറ്റും, ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റും നിലകൊള്ളുകയാണ്. ഈ പറഞ്ഞ നേതാക്കന്മാർ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മുസ്ലിം കേരളത്തിൻ്റെ നേതൃത്വം നൽകിയവരായിരുന്നു.
മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കുത്തകയാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ പറയുന്നു, അൽ ഹിക്മത്തുൽ ലാല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം വിശ്വാസിയുടെ വീണുപോയ സ്വത്താണ്. അറിവ്, വിദ്യാഭ്യാസം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വീണുപോയ സ്വത്താണ്. അതവൻ എവിടെ കണ്ടാലും പെറുക്കിയെടുക്കാൻ അവകാശപ്പെട്ടതാണ് എന്ന്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ നിന്നും കൈമോശം വന്നുപോയ ഒരു സാധനം അവർക്ക് എവിടെ കണ്ടാലും അത് നേടിയെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചവരായിരുന്നു നാം. ആ കാഴ്ചവെച്ച നമുക്കിന്ന് പലപ്പോഴും പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടം വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നാം 100 സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടേതായ പങ്കും കയ്യൊപ്പും ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ വാസ്തവത്തിൽ എല്ലായിടത്തും പറയുകയാണെങ്കിൽ ഈ സമന്വയ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ വിവിധ കലകളെല്ലാം തന്നെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ 40 വർഷം തികഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ 40ാം വർഷത്തിൽ വാഫി ഡിഗ്രി എടുത്തവർക്കുള്ള സനദ് ദാനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കേരള സംസ്ഥാനത്തിൽ ഒരു ജനപ്രിയ കോഴ്സായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ CIC വിഭാവനം ചെയ്യുന്ന വാഫി കോഴ്സ്. കാരണം അത് കാലഘട്ടത്തിൻ്റെ ചുമരെഴുത്താണ്. കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ കാലത്ത് നാം മനസ്സിലാക്കണം. ആ കാലത്തെ മനസ്സിലാക്കാനുള്ള അഭിവാഞ്ചയാണ് വിദ്യാഭ്യാസ രംഗത്ത് നാം ഇവിടെ പ്രകടമാക്കുന്നത്. കാരണം വിജ്ഞാനം വെട്ടിമുറിച്ചവർ നമ്മളല്ല, അറിവിനെ 2 മേഖലയിൽ നിർത്തിയവർ നമ്മളായിരുന്നില്ല. അധിനിവേശ ശക്തികളുടെ ഭരണത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് മതവിദ്യാഭ്യാസം ഒരു ഭാഗത്ത്, മതേതര വിദ്യാഭ്യാസം മറ്റൊരു ഭാഗത്ത് എന്നുള്ള അവസ്ഥ വന്നത്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ വിദ്യാഭ്യാസം ഒന്നായിരുന്നു, വിജ്ഞാനം ഒന്നായിരുന്നു. പ്രവാചകൻ വിഭാവനം ചെയ്തതും അത് തന്നെയായിരുന്നു. അത് പുരുഷന്റെ മാത്രം കുത്തകയല്ല. റബ്ബി സിദ്നി ഇൽമ, രാജാതിരാജനായ എൻ്റെ നാഥ, നീ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് ആണുങ്ങളോട് മാത്രമുള്ള പ്രാർത്ഥനയല്ല, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ആണുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പണ്ഡിതന്മാരാകും, പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പണ്ഡിതകളാകും. വിജ്ഞാനത്തെ ഏതെങ്കിലും ഒരു സമൂഹത്തിലും വർഗത്തിലും വാസ്തവത്തിൽ ഇസ്ലാമിക സംസ്കാരം ഒതുക്കി നിർത്തിയല്ല. അത് ആണിനും അനിവാര്യമാണ്, പെണ്ണിനും അനിവാര്യമാണ്. ആണുങ്ങളെല്ലാം കലാലയത്തിലേക്കും പെണ്ണുങ്ങളെല്ലാം തന്നെ അടുക്കളയിലേക്കും പോകട്ടെ എന്നുള്ള നയമായിരുന്നില്ല ഇസ്ലാം ഇവിടെ ഉയർത്തി കാണിച്ചത്. നേരെ മറിച്ച് എല്ലാവരും തന്നെ പഠിക്കണം. അപ്പോൾ പെണ്ണുങ്ങൾ പഠിക്കണം, പെണ്ണുങ്ങൾക്കും പഠിച്ച് ഉയരാനോ ഡിഗ്രി എടുക്കാനും PGയിലെത്താനുമെല്ലാം തന്നെ സാധ്യതയുണ്ടാകണം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ വഫിയ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഫിയും നടക്കുന്നുണ്ട്. 2 വിദ്യാഭ്യാസമെന്ന് നാം പറയുന്ന വിജ്ഞാനത്തെ സമന്വയിപ്പിച്ചുകൊണ്ടിട്ട് ഡിഗ്രി തലത്തിൽ ഉയർന്നു വരുന്ന ഒരു തലമുറയെ ഈ സ്ഥാപനം ഇവിടെ സംരക്ഷിക്കുന്നു, പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന വേദിയാണ് നാളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സനദ് കൊടുക്കുന്ന വേദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 8ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ യൂറോപ്പിൻ്റെ ദക്ഷിണ ഭാഗമായ സ്പെയിനിലെ ഗ്രാനഡ കീഴടക്കുകയുണ്ടായി. ഗ്രാനഡ കീഴടക്കിയപ്പോൾ ഗ്രാനഡയിലേക്ക് കടക്കുന്നിടത്തൊരു ബോർഡ് എഴുതി വെച്ചു, ദ വേൾഡ് സപ്പോർട്ടഡ് ബൈ 4 തിങ്സ്. ലോകം നിലനിൽക്കുന്നത് 4 പ്രധാന തത്വങ്ങളിലാണ് എന്ന്. 4 കാര്യങ്ങളുണ്ടെങ്കിൽ ലോകത്തിന് നിലനിൽപ്പുള്ളൂ, ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പുള്ളൂ എന്ന്. ഈ 4 കാര്യത്തിൽ
ഏറ്റവും പ്രധാനവുമായത് വിദ്യാഭ്യാസമാണെന്ന് 8-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം മുസ്ലിമീങ്ങളുടെ കുത്തകയാണ് എന്ന്. കാരണം അവരാണ് ഈ വിജ്ഞാനത്തിന്റെ മേഖലയിൽ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവയെല്ലാം തന്നെ ഗവേഷണത്തിലൂടെ തെളിയിച്ചെടുത്തത്. ബഹുമാനപ്പെട്ട ഇമാം മസാലി റഹ്മത്തുല്ലാഹിയെ നാം ഇവിടെ മനസ്സിലാക്കുക. ഇമാം മസാലി റഹ്മത്തുല്ലാഹിയോട് അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് സിഹിർ അറിയാമോ എന്ന്, നിങ്ങൾക്ക് ആഭിചാരകല അറിയാമോ എന്ന്. സിഹിർ എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാനശാഖ തന്നെയാണ്, ഒരു ഫന്നാണത്. നിങ്ങൾക്ക് ആഭിചാരകല അറിയാമോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മസാലി റഹ്മത്തുല്ലാഹി പറഞ്ഞു, എനിക്ക് സിഹിർ അറിയില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിന് അതൊരു ഐബായിട്ടാണ് തോന്നിയത്, അദ്ദേഹത്തിന് അതൊരു പോരായ്മയായിക്കൊണ്ടാണ് മനസ്സിലാക്കിയത്. കാരണം സർവകലാവല്ലഭനായ വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും ഇറങ്ങിത്തിരിച്ച ആ പ്രതിഭാശാലിക്ക് ആഭിചാരകല അറിയുന്നില്ല എന്ന് ആളുകളോട് പറയേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ മോശമായിക്കൊണ്ട് തോന്നുകയുണ്ടായി. എന്നാൽ പിന്നീട് അദ്ദേഹം സിഹിർ എന്ന് പറയുന്ന വിജ്ഞാന കലയും പഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ ഇഹ്യ എഴുതുന്ന കാലത്ത് അദ്ദേഹം അത് പഠിച്ച സമയമായിരുന്നു. ഇഹ്യ 1-ാം വാല്യത്തിൽ കാണാം, തഅല്ലംതു സിഹ്റ ലാ ലിസിഹ്രി ലാകിൻ, ഞാൻ ഇവിടെ സിഹിറും പഠിച്ചിരിക്കുന്നു, പക്ഷേ സിഹിർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനത് പഠിച്ചത്, സിഹിറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ നോക്കുക, വിജ്ഞാന കലയിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒന്നുപോലും തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതും വീണ്ടെടുക്കാൻ അനവരത്നം യത്നിച്ച മഹാത്യാഗവര്യന്മാരാണ് നമ്മുടെ പൂർവികന്മാർ. ആ ഇമാം മസാലി തന്നെയാണല്ലോ തഹാഫത്തുൽ ഫലാസിഫ എന്ന ഗ്രന്ഥം എഴുതിയത്. അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോവിന്റെയും സോക്രട്ടീസിന്റെയും തത്വങ്ങൾ 2000 വർഷത്തോളം യൂറോപ്പിൽ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇമാം മസാലി റഹ്മത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത്. ആ തിയറിക്കെതിരായിക്കൊണ്ട്, ആ തത്വത്തിനെതിരായിക്കൊണ്ട് ഒരു ഗ്രന്ഥം എഴുതുന്നത്. ആ ഗ്രന്ഥമാണ് തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത് യൂറോപ്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ യൂറോപ്പുകാർ ഞെട്ടിപ്പോയി. 2000 വർഷമായി അരിസ്റ്റോട്ടലിന്റെയോ പ്ലേറ്റോവിന്റെയോ സോക്രട്ടീസിന്റെയോ തിയറി ആരും ഇവിടെ ചോദ്യം ചെയ്തിരുന്നില്ല. അത് ചോദ്യം ചെയ്യാൻ ആരാണ് ധൈര്യപ്പെട്ടത്? ആ ധൈര്യപ്പെട്ടവൻ ആര് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുല്ലാഹി ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ എല്ലാ വിജ്ഞാന ശാഖകളെയും സ്വയംതമാക്കിയവരാണ് നമ്മുടെ പൂർവികന്മാർ. ഈ പൂർവികന്മാരുടെ അന്തസ്സ് നമുക്ക് വീണ്ടെടുക്കണം. എപ്പോഴും ആകാശത്തേക്ക് നോക്കി നടക്കുന്ന 9-ാം നൂറ്റാണ്ടിലെ ഒരു പണ്ഡിതനുണ്ട്. അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിലിന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ എന്ന തബാറക സൂറയിലെ ഈ ആയത്ത് എപ്പോഴും അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മേലോട്ട് നോക്കുകയും ചെയ്യും. അവലം യറൗ ഇല തൈരി, അവർ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? ആ പക്ഷികൾ വായുവിലൂടെ സഞ്ചരിക്കുന്നു. അവയുടെ ജറക് നിവർത്തിക്കൊണ്ട് വയഖ്ബിലിന, ജറകുകൾ ചുരുക്കിക്കൊണ്ട് മയുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, വായുവിൽ ആ പക്ഷികളെ നിർത്തിയത് അല്ലാഹുവാണ്, റഹ്മാനായ റബ്ബാണ്. ഇങ്ങനെയാണ് പക്ഷികൾ വായുവിൽ നിൽക്കുന്നത്, വായുവിലൂടെ അവ സഞ്ചരിക്കുന്നത്. ഇതിനെപ്പറ്റി അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ, ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരവസരത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്കും ഇതുപോലെ തന്നെ വായുവിലൂടെ സഞ്ചരിക്കണം, എൻ്റെ പിൻഗാമികൾക്കും വായുവിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സാധ്യത ഇവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം വളരെയേറെ ചിന്തിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം ഇതിനെപ്പറ്റി വളരെയേറെ ആലോചിച്ച് പക്ഷികളുടെ ജറകുകളെല്ലാം ശേഖരിച്ചു. വലിയ പക്ഷികളുടെ ജറകെല്ലാം ശേഖരിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തിന്മേൽ അത് വെച്ചുകെട്ടി വളരെ നൈസായ ശീല കൊണ്ട് തൻ്റെ ശരീരം അദ്ദേഹം പൊതിഞ്ഞു. എന്നിട്ടൊരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ജുമഅക്ക് വന്നപ്പോൾ, വാസ്തവത്തിൽ അദ്ദേഹം ഒരു വലിയ നീളക്കുപ്പായം ഇട്ടിരുന്നു. നീളക്കുപ്പായത്തിൻ്റെ ഇടയിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. ജുമഅ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പ്രസംഗിച്ചു, പക്ഷികൾ പറക്കുന്നത് പോലെ
പക്ഷികൾ റൺവേയുടെ ചുറ്റും കറങ്ങുന്നത് പോലെ നമുക്കും അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഞാൻ അതിന് വ്യക്തമായ ദൃഷ്ടാന്തം കാണിച്ചു തരാമെന്ന് അദ്ദേഹം ജുമാക്ക് ശേഷം പ്രസംഗിച്ചു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ജുമാ കഴിഞ്ഞാൽ പുറത്തേക്ക് നിൽക്കണമെന്ന്, പുറത്തേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെ കുർത്തുബ ജുമാഅത്ത് പള്ളി പിൻകാലത്തൊരു യൂണിവേഴ്സിറ്റിയായി തീർന്ന, അതിൻ്റെ സമീപത്താണ് കോർഡോവ സർവകലാശാലയുണ്ടായത്. ആ കോർഡോവ സർവകലാശാലയുടെ തൊട്ടടുത്തുള്ള കുർത്തുബ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ അദ്ദേഹം കയറി നിന്നത് വായുവിലൂടെ സഞ്ചരിക്കാനായിരുന്നു. താഴെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ നാശത്തിലിടരുത്, ഖുർആൻ വിരോധിച്ചതാണത്. ലാ തുൽഖു ഐദീകും ഇല തഹ്ലുക. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ താഴെ വീണാൽ നിങ്ങൾ മരണപ്പെടും. അതുകൊണ്ട് നാശത്തിലിടാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിലൂടെ ഒരു തത്വം, ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞവരുടെ വിലക്കുകളൊന്നും അദ്ദേഹം പരിഗണിച്ചില്ല. അദ്ദേഹം ഈ മിനാരത്തിന്റെ മുകളിൽ നിന്ന് വായുവിലേക്ക് അങ്ങ് ചാടി 2 മണിക്കൂർ അദ്ദേഹം വായുവിലൂടെ നീന്തി എന്നാ പറയുന്നത്. 2 മണിക്കൂർ അദ്ദേഹം നീന്തി. പക്ഷേ ഈ പക്ഷികൾ താഴോട്ട് വരുമ്പോൾ അവയുടെ കാലുകൾ, അതായത് വിമാനത്തിന്റെ ആ ടയറുള്ള ഭാഗം റൺവേയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഉള്ളോട്ട് പോകുന്നത് പോലെ കാലുകൾ ഉള്ളോട്ട് പോകും. പക്ഷേ അത് അദ്ദേഹത്തിന് ഓർമ്മ വന്നില്ല. അതോടുകൂടിയിട്ട് അദ്ദേഹം വീണ് അദ്ദേഹത്തിന് മുറിവേറ്റതിന്റെ ശേഷം ആ മുറിവുകൾ ഉണങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതുകയുണ്ടായി. ആ ഗ്രന്ഥമാണ് 1905 റൈറ്റ് സഹോദരന്മാർക്ക് വിമാനത്തിന് രൂപഭാവം നൽകാൻ പ്രേരണ നൽകിയത്. പക്ഷേ വിമാനത്തിന് രൂപഭാവം നൽകിയത് റൈറ്റ് സഹോദരന്മാരാണെന്നാണ് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ പിറകിലുള്ള അബ്ബാസ് ബിൻ ഫർനാസയെ ആരറിഞ്ഞു? അബ്ബാസ് ബിൻ ഫർനാസയെ ഏതെങ്കിലും ഒരു വിമാന കമ്പനി തങ്ങളുടെ കമ്പനിക്ക് നാമകരണം ചെയ്തോ? ഇപ്പോഴിതാ UAE-യിൽ എഞ്ചിൻ പവറുള്ള റോൾസ് റോയ് എന്ന് പറയുന്ന കാർ കമ്പനിക്കാർ എല്ലാ സൗകര്യത്തോടുകൂടിയോ ഏറ്റവും വേഗതയിലോടുന്ന കാർ ഇറക്കിയിരിക്കുന്നു. ആ കാറിന് അവർ നൽകിയ പേര് ഫർനാസ് എന്നാണ്. കാരണം ഫർനാസ് അന്തരീക്ഷത്തിലൂടെ ഓടാനുള്ള വാഹനത്തിനാണ് ബീജാഭാവം നൽകിയതെങ്കിൽ ഭൂമിയിലൂടെ വിമാനം പോലെ സഞ്ചരിക്കുന്ന ഒരു കാറുണ്ട്, ആ കമ്പനി ഇന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് പറയാനല്ലാതെ നമുക്കത് അങ്ങനെയൊന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പൂർവികന്മാർ വിട്ടുപോയ ഈ പ്രൗഢമായ പാരമ്പര്യം വീണ്ടെടുക്കാൻ വൈജ്ഞാനിക മേഖലയിലൂടെ ഒരു കുതിപ്പിന് നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായിരുന്നാലും വൈജ്ഞാനിക മേഖലയിൽ ഇങ്ങനെയെല്ലാം തന്നെ ഉന്നതമായ പദവിയിലെത്താൻ മുസ്ലിം സമുദായത്തിന് കഴിയും. കാരണം എടക്കരയിൽ ഡോക്ടർ നസ്രീൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി, അവളാണ് നക്ഷത്രത്തിൽ ഈയത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. നമ്മുടെ എറണാട്ടിലെ എടക്കരയിലുള്ള ഡോക്ടർ നസ്രീൻ എന്ന് പറയുന്ന പെണ്ണ് ആ നക്ഷത്രത്തിൽ ഈയത്തിന്റെ അംശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ നാസ പോലും ഞെട്ടിപ്പോവുകയുണ്ടായി. ഇതെല്ലാം തന്നെ ഗവേഷണ രംഗത്ത് നമുക്കുണ്ടാക്കി തീർക്കാൻ കഴിയും. വിദ്യാഭ്യാസപരമായി സാങ്കേതിക വിജ്ഞാനത്തിലൂടെ മുന്നേറണം. അതോടുകൂടെ ഇസ്ലാമിന്റെ പ്രൗഢി നിലനിർത്തുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളെയും സംരക്ഷിക്കണം. രാജാതിരാജനായ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിജ്ഞാനത്തിലൂടെ, അങ്ങനെയുള്ള വിജ്ഞാനത്തിലൂടെ ഇസ്ലാമിന്റെ പ്രൗഢി നിലനിർത്താൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇതോടെ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സെഷൻ സമാപനം കുറിച്ചിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുഹമ്മദ് അലി വാഫി ചെമ്പുലങ്ങാട് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി പ്രകാശനത്തിന് മുന്നേയായി ബഹുമാന്യരായ മുൻ MLA കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് സദസ്സിനോട് ആശംസ അർപ്പിക്കുന്നു.
ഇവിടെ വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ നിസാമി അവരടക്കമുള്ള, അക്ബർ അലി അടക്കമുള്ള ബഹുമാന്യരെ, നമ്മുടെ അൻവർ, മറ്റ് അധ്യാപകന്മാരെ, ഉലമാക്കളെ, ഇവിടെ എത്തിച്ചേർന്ന മറ്റ് സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ സ്ഥാപനവുമായി ആദ്യകാലത്ത് ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി ഹാജിയെ അനുസ്മരിക്കാതെ പോകാൻ പറ്റില്ല. കുഞ്ഞുട്ടി ഹാജി ഈ സ്കൂളിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇവിടെ ഒരു എയ്ഡഡ് സ്കൂളിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതോടൊപ്പം ഒന്നിച്ച് ഞാനുണ്ടായിരുന്നു. ബീരാൻ മുസ്ലിയാർ, അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. ഈ സ്കൂളിൽ വേണ്ട അധ്യാപകരെ തെരഞ്ഞ് നടന്നിരുന്നതും അവർക്കുള്ള ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നതും അന്നത്തെ AEOയും DOയൊക്കെ ഞാനും അദ്ദേഹവുമായി ഒന്നിച്ചാണ് പോയത്. ഒന്ന്, അദ്ദേഹം നിർബന്ധം കാണിച്ച ഒരു കാര്യമുണ്ട്, സുന്നി വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം ഇവിടെ അധ്യാപകർ എന്നാണ്. എന്നോട് ആശംസ അർപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഈ സുന്നി പ്രസ്ഥാനത്തെപ്പറ്റി വിദ്യാഭ്യാസ രംഗത്ത് മുഖം തിരിച്ചിരിക്കുന്നവരാണ് എന്ന ഒരു പരാതി പലരും പറയാറുണ്ട്, അല്ലേ? നമ്മളെപ്പറ്റി അങ്ങനെ പറയല്ലേ? പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 924 ഇസ്ലാമുൽ ഉലൂം അറബിക് കോളേജിൻ്റെ അന്നത്തെ ഭാരവാഹികൾ, അന്നത്തെ അവിടുത്തെ അധ്യാപകർ എല്ലാം തന്നെ സമസ്തയോട് ഒരപേക്ഷ നടത്തി, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരാളെ തരണമെന്ന്. അവരെയാണ് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് മുഖം തിരിച്ചിരിക്കുന്നവരാണ് എന്ന്. ഏതായാലും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയി. ഭൗതിക ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുത്തു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ്. പക്ഷെ അതോടൊപ്പം നല്ല സ്വഭാവമുണ്ടാകുവാൻ, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരായി മാറാൻ അതിനുള്ള വെറും സാങ്കേതികമായുള്ള മതവിദ്യാഭ്യാസം നൽകിയാൽ പോരാ. ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയുള്ളവരായി നമ്മൾ പുറത്തിറങ്ങണം നമ്മുടെ കുട്ടികൾ. അതോടൊപ്പം തന്നെ നിസാമി സാഹിബ്, ഇവിടെ ബഹുമാനപ്പെട്ട നിസാമി സാഹിബ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഞാൻ. അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, അത് ഈ കാര്യമാണെന്ന് തോന്നുന്നു വീരേന്ദ്രകുമാർ ഡനീബ് സാക്ഷിയിൽ എടുത്തു പറഞ്ഞത്. നമ്മളെക്കുറിച്ച് ഇവിടെ ചരിത്രത്തിൽ അറബികളുടെ നവോത്ഥാന രംഗത്ത് അറബികൾ നടത്തിയ സംഭാവനകളെക്കുറിച്ച് ചരിത്രത്തിലൊന്നുമില്ല. വൈജ്ഞാനിക രംഗത്ത് അറബികൾ ഉണ്ടാക്കിയ പുരോഗതിയെക്കുറിച്ചൊന്നും ഇന്ന് ചരിത്രത്തിലില്ല. നവോത്ഥാനം എന്ന് പറയുമ്പോൾ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് യൂറോപ്പിലുണ്ടായ റിനൈസൻസ് മാത്രമാണ് എല്ലാം എന്നാണ് ഇന്ന് ചരിത്രത്തിലുള്ളത്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഈ അറബികൾ ആണ് വിജ്ഞാനത്തിന് അടിത്തറയിട്ടത്. യൂറോപ്പിൽ ഇരുട്ടിൻ്റെ അജ്ഞതയിൽ മുഴുകിക്കഴിയുന്ന സമയത്ത് എല്ലാ വിജ്ഞാനത്തിനും അടിത്തറയിട്ടത് അറബികളാണ്, മുസ്ലിങ്ങളാണ്. ഇബ്നുൽ ഹൈതമിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശം കൈകളിലാക്കിയതിൻ്റെ വാർഷികം ഇപ്പം നടക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നത് വളരെ സത്യത്തിൽ നമ്മൾ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. പ്രകാശത്തെ മനുഷ്യൻ്റെ വരുതിയിലാക്കിയത് പിൻഹോൾ ക്യാമറ കണ്ടെത്തി മുസ്ലിം ആയിരുന്നു, അറബി ആയിരുന്നു എന്ന് ഇതിൻ്റെ വാർഷികം ഇപ്പോൾ UN ആചരിക്കുകയാണ്, ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയാണ്. അതുപോലെ വൈജ്ഞാനിക രംഗത്ത് പുതിയ ജ്ഞാനം കണ്ടെത്താൻ ശ്രമിച്ചത്, എങ്ങനെ പറക്കാൻ ശ്രമിക്കും എന്ന്, മനുഷ്യനെങ്ങനെ പറക്കാൻ കഴിയുമെന്ന് കണ്ടെത്താൻ ശ്രമിച്ചത് അറബികളായിരുന്നു. അതുപോലെ പല മേഖലകളിലും വിജ്ഞാന രംഗത്ത് മാത്രമല്ല പുതിയ വിജ്ഞാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതും അറബികളായിരുന്നു. അവർ വിജ്ഞാന ലോകത്ത് നൽകിയ
സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പുതിയ വിജ്ഞാനം കണ്ടെത്തുന്നതിൻ്റെ ആളുകളായി മാറാത്തത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം വെറും വിജ്ഞാനം ആർജിക്കലല്ല, പ്രൊഡക്ഷൻ ഓഫ് നോളജ് വിജ്ഞാനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. മുസ്ലിങ്ങൾ ഇന്ത്യക്കാർ എന്തുകൊണ്ട് നോബൽ സമ്മാനം നേടിയ ആളുകളായി മാറുന്നില്ല? എത്ര ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നോബൽ സമ്മാനം ശാസ്ത്രത്തിൽ നേടിയെന്ന് പരിശോധിക്കുമ്പോൾ ആളുകളില്ലാത്ത ഒരവസ്ഥ വരുന്നു. അതുണ്ടാകാൻ പാടില്ല. നമുക്ക് വിജ്ഞാന സാഗരത്തിൽ പുതിയ കണ്ണികൾ ചേർക്കുന്നവരായി നമ്മൾ മാറണം. വിജ്ഞാനത്തിൻ്റെ ഉൽപ്പാദകരായി നമ്മൾ മാറണം. അതിനനുസൃതമായ വിദ്യാഭ്യാസം നമുക്കുണ്ടാകണം. നമ്മൾ വെറും ഡോക്ടർമാരായ പോരാ, എഞ്ചിനീയർമാരായ പോരാ, ശാസ്ത്രജ്ഞന്മാരായി നമ്മൾ മുമ്പിൽ വരണം. ഒരു കാലത്ത് ലോകത്തിൻ്റെ ജേതാക്കളായി നേതാക്കളായി നമ്മൾ വിലസിയത്, മുസ്ലിം സമൂഹം വിലസിയത് ആ ഒരു രംഗം കൈയടക്കിയത് കൊണ്ടാണ്. വിജ്ഞാനത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആളുകൾ നമ്മളായിരുന്നു. ഇനി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ആ രംഗത്തേക്ക് തിരിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മീഡിയോക്കർ ലെവലിലുള്ള ഡോക്ടർമാരായാൽ പോരാ, നമുക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായാൽ പോരാ, നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഉൽപ്പാദകരായി മാറണം. അറബികൾ എന്തുകൊണ്ട് പണമുണ്ടായിട്ടും എണ്ണ ശേഖരമുണ്ടായിട്ടും ലോകത്ത് അപഹസിക്കപ്പെടുന്നു? ഇസ്ലാം എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പീഡനം നേരിടേണ്ടി വരുന്നു എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പം നമുക്ക് കാണാൻ കഴിയും നമ്മൾ വിജ്ഞാനത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ രംഗത്ത് മുന്നോട്ട് പോയില്ല. അതോടൊപ്പം തന്നെ ശരിയായ വിധത്തിൽ ദീനി ചിട്ടകളനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. മുസ്ലിങ്ങൾ പീഡനമേൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുശാസനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആ ദൃഷ്ടാന്തങ്ങൾ തേടി നമ്മൾ പുതിയ വിജ്ഞാനങ്ങൾ കണ്ടെത്തണം. അതിനുള്ള വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമേ തന്നെ അത്തരത്തിലുള്ള ഒരു സരണിയിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രധാനപ്പെട്ട 2 ആശംസയുണ്ട്. ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് ഉന്നത ഉദ്യോഗസ്ഥ രംഗത്ത് നമ്മുടെ അഭിമാനമായി മാറിയ നമ്മുടെ യതീംഖാന കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള TP അൻവർ അലി IRS അവരുടെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കാൻ മുതിരുന്നില്ല. വിദ്യാഭ്യാസ സമ്മേളനമായതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരു പ്രധാന ഘടകത്തെ പറ്റി മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഷുഡ് ലീഡ് ടു സ്കിൽ എക്സലൻസ്. ബാഫക്കി യതീംഖാനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്നുകൂടി തിളക്കമേറിയതാകാൻ ഈ ഒരു പാതയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കണം. അതിന് നേതൃത്വം നൽകുന്നവരെല്ലാവരും എല്ലാ സമയത്തും നൽകുന്ന സഹായവും പ്രോത്സാഹനവും അഭിനന്ദനാർഹമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ സ്ഥാപനത്തിൽ ഒരുപാട് നല്ല സ്കിൽ സെറ്റുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിയ വേളയിൽ ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ഡോക്ടർ NM അബ്ദുൽ ഖാദർ സാഹിബ് ആശംസ നേരുന്നു. അസ്സലാമു അലൈക്കും. വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ധാരാളം പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഒരു സൂഫി വര്യൻ്റെ കൃതഹസ്തങ്ങളാൽ സ്ഥാപിതമായ ഒരു സ്ഥാപനം സൃഷ്ടിച്ച വിപ്ലവമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വൈജ്ഞാനിക മേഖലയിലും ഈ സ്ഥാപനം എത്രമാത്രം മുന്നോട്ട് പോയി, ആരെയും ആശ്രയിക്കാതെ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ, അങ്ങനെ വളരെ അധികം വിസ്മയം ഉളവാക്കുന്ന രൂപത്തിൽ ഈ സ്ഥാപനം ഇന്ന് വളരെ വലിയ പുരോഗതിയിലെത്തിയിരിക്കുന്നു. നമുക്കാർക്കും കേരളത്തിലെ മറ്റു സ്ഥാപനങ്ങൾക്കൊന്നും സ്വപ്നം കാണാത്ത രൂപത്തിൽ കഴിയാത്ത രൂപത്തിലുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ഈ സമ്മേളനം ഇവിടെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ 40-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഈ സദസ്സിനും ഈ സ്ഥാപനത്തിനും സകലവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സെഷനിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുഹമ്മദ് അലി വാഫി ചമ്പുലങ്ങാട് അവർകളെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമയം ഒരുപാടായിട്ടുണ്ട്. ഈ വലിയ പ്രധാനപ്പെട്ട ഈ സെഷനിൽ പങ്കെടുത്ത് സദസ്സിനെ നിയന്ത്രിച്ച ഈ സ്ഥാപനത്തിൻ്റെ തന്നെ മുഖ്യ കാര്യദർശിയായ സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത വ്യക്തിത്വങ്ങൾക്കും ഇതിൽ അവരുടെ ചിന്തകൾ കൊണ്ടും ഭൗതിക ആലോചനകൾ കൊണ്ടും ഈ സദസ്സിനെ മുന്നോട്ട് നയിച്ച നേതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഫർദർമോർ ഇറ്റ് ഈസ് മൈ immense pleasure to mention our deep sense of gratitude and appreciation for our great Zeds, as we are inspired by his thoughts and words. And after all, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിനും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അഭാവത്തിൽ ഈ സദസ്സ് 3 സലാത്തോടു കൂടി പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ,